എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പെഷ്യൽ കള്ളപ്പമാണ്. ഈ ഒരു കള്ളപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് അധികം സമയമൊന്നും തന്നെ ആവശ്യമില്ല. കള്ളപ്പം എന്ന് പറയുമ്പോൾ ഇതിലേക്ക് കള്ളൊഴിച്ചിട്ടല്ല തയ്യാറാക്കി എടുക്കുന്നത്. കള്ള് ചേർത്തിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു കൂട്ടൊക്കെ തയ്യാറാക്കി വെക്കുന്നുണ്ട്. ആ ഒരു കൂട്ട് തയ്യാറാക്കി നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോഴാണ് നമ്മുടെ കള്ളപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാനും പറ്റുന്നത്. ഒരു സ്വാദ് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ സാധിക്കും. നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് പണ്ടുണ്ടാക്കി തന്നിരുന്ന അതേ ഒരു ടേസ്റ്റാണ്. ഇത്രയും കള്ളപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്ത എൻ്റെ കൂട്ടുകാർക്കും പഴയകാല രുചിയോടുകൂടി തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ള എൻ്റെ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനകരമാണ് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നല്ലൊരു കള്ളപ്പ കൂട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആ എല്ലാ അറിവുകളും നിങ്ങൾക്ക് ഞാനിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ട് ചേച്ചി സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കള്ളപ്പം വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും. അപ്പോൾ ഇങ്ങനെയാണ് കാറ്ററിംഗുകാർ ഒരു തരി പോലും കള്ള് ചേർക്കാതെ കള്ളിന്റെ സ്വാദില് ഡസൻ കണക്കിന് കള്ളപ്പവും തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇനി നമുക്ക് കള്ളപ്പത്തിൻ്റെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 1/2 കപ്പ് അളവിൽ തേങ്ങാവെള്ളമാണ്. നമ്മളിന്ന് കള്ളപ്പം കള്ള് ചേർക്കാതെയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മാവൊന്ന് പുളിപ്പിച്ചെടുക്കണം. മാവ് പുളിപ്പിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് 1/2 കപ്പ് തേങ്ങാവെള്ളം ഒന്ന് തലേ ദിവസം തന്നെ പുളിപ്പിച്ച് മാറ്റി വെക്കേണ്ടതാണ്. ഇനി ഈ തേങ്ങാവെള്ളം ഒരു ചില്ല് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയുടെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തേങ്ങാവെള്ളം ഒരു ദിവസം മുഴുവനും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കണം. ക്രിസ്മസിന് കള്ളപ്പം തയ്യാറാക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ഈ ഒരു കൂട്ട് തയ്യാറാക്കി വെക്കണേ. ഇനിയിപ്പോൾ തേങ്ങാ വെള്ളം ഇല്ലാത്ത നാട്ടിലാണെങ്കിൽ കുറച്ച് പഞ്ചസാര വെള്ളം കലക്കിയതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒരു ദിവസം മുഴുവൻ തന്നെ ഈസ്റ്റും ചേർത്ത് മാറ്റി വെക്കാവുന്നതുമാണ്. ഞാനിപ്പോൾ വൈകിട്ടാണ് ഇതുപോലെ ഒന്ന് കലക്കി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നാളെ രാവിലെ ആണ് ഞാനിത് മാവ് തയ്യാറാക്കാൻ പോകുന്നതും. അങ്ങനെ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഞാൻ ഈ തേങ്ങാ വെള്ളം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ തേങ്ങാവെള്ളം നന്നായിട്ടൊന്ന് പുളിച്ചൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട്. നല്ലവണ്ണം പതഞ്ഞു നിൽക്കുന്ന പാകത്തിലാണ് ഇപ്പോൾ ആയി കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ പുളിപ്പിച്ച് കള്ളാക്കി മാറ്റിയിട്ടുള്ള ഈ ഒരു തേങ്ങാവെള്ളം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം അപ്പം തയ്യാറാക്കാനുള്ള അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്താൻ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ നിത്യമുള്ള പച്ചരി തന്നെയാണ്. ഈ ഒരു പച്ചരി 1/2 കിലോ അളവുണ്ട്. ഇനി നമുക്ക് പച്ചരി ഒന്ന് കുതിർത്താൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. കള്ളപ്പത്തിനായിട്ടുള്ള അരി എടുക്കുമ്പോൾ പശപ്പില്ലാത്ത നല്ല കളറുള്ള അരി നോക്കി വേണം എടുക്കാനായിട്ടും. അരിക്ക് നല്ല കളറുള്ളത് വെച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ കള്ളപ്പത്തിന് നല്ല വെളുപ്പും കിട്ടുന്നത്. പാത്രത്തിലേക്ക് മാറ്റിയ അരി നമുക്കൊന്ന് കുതിർത്താൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനായിട്ട് നിറയെ തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അരി കഴുകി എടുക്കുമ്പോൾ ഇതിന്റെ കാടി മുഴുവനും തന്നെ കഴുകി കളയണേ. പച്ചരി നല്ല വൃത്തിയായിട്ട് കഴുകി കഴിഞ്ഞാൽ നിറയെ തന്നെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിർത്താനായിട്ട് ഒരു 6 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. അതിനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചരി കുതിർത്താൻ വെച്ച് കൊടുത്തിട്ട് 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് കുതിർത്തിയത് വാരി നോക്കാം. നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കണം. അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. അരി മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. അരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയപ്പോൾ അരി കുതിർത്തിയ വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ളത് വലിയ മിക്സിയുടെ ജാറ് ആയതുകൊണ്ടിട്ട് ഒറ്റത്തവണ കൊണ്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാനും പറ്റുന്നതാണ്. ഇനി നമ്മുടെ അരിയിലേക്ക് മാവ് പുളിപ്പിച്ചെടുക്കുന്നതിനായിട്ട് നമ്മൾ കള്ളാക്കി മാറ്റിയിട്ടുള്ള നാളികേര വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനും പോകുന്നത്. ഈ ഒരു നാളികേര വെള്ളം ഒഴിച്ചു കൊടുത്താണ് നമ്മൾ അരി അരിച്ചെടുക്കാനും പോകുന്നത്. തേങ്ങാവെള്ളം കള്ളാക്കി മാറ്റിയത് മുഴുവനും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ ചോറാണ്. നിങ്ങളുടെ കൈവശം ചോറില്ലെങ്കിൽ അല്പം കപ്പി കാച്ചി 1 കപ്പാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1/2 കപ്പ് അളവില് അവില് കൂടി ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് തിരുമിയ നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം തിരുമിയെടുക്കുമ്പോൾ അതിന്റെ കറുത്ത ഭാഗം വരാതെ നോക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ വെളുത്തുള്ളി കൂടെ ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി വേണ്ടത് വെളിച്ചെണ്ണയാണ്. 1 സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കള്ളപ്പത്തിന് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് 1 നുള്ളു പെരിഞ്ജീരകം ചേർക്കാം. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ കൂടെ തന്നെ 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് വരാം.
അങ്ങനെ വെണ്ണ പോലെ അരച്ചെടുത്ത നമ്മുടെ മാവ് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിലേക്ക് മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നമ്മൾ ഇന്ന് ഇതിലേക്ക് ചേർത്തിട്ടുള്ള വെള്ളം കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവാണ്. ഇനി നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുന്ന മാവ് നമുക്ക് 1 മണിക്കൂർ നേരം മാത്രം മതിയാകും പൊങ്ങി കിട്ടാനായിട്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ മാവിനെ അരച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഓരോ കാര്യവും കറക്റ്റ് ആയിട്ടുള്ള അളവാണ്. നമ്മൾ ഇന്ന് അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു തരി പോലും ഇല്ല കണ്ടുപിടിക്കാനായിട്ടും. നല്ല സ്മൂത്ത് ആയിട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു രീതിയിലാണ് നമുക്ക് മാവ് തയ്യാറാക്കേണ്ടതും. ഇനി നമുക്ക് മാവ് മൂടി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ മാവ് തയ്യാറാക്കി വെക്കുമ്പോൾ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് കള്ളപ്പം തയ്യാറാക്കാൻ സാധിക്കും. ഇപ്പോൾ കൂടുതൽ സമയം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിന്ന് 1 മണിക്കൂർ കൊണ്ട് തന്നെയാണ് നമ്മുടെ കള്ളപ്പം തയ്യാറാക്കാനും പോകുന്നത്. 1 മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ മാവ് ഇതുപോലെ പൊങ്ങി താഴേക്കൊക്കെ വീണ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മാവ് പൊങ്ങി കിട്ടുന്നതിനായിട്ട് നിങ്ങൾ എടുക്കുന്ന ഈസ്റ്റ് നല്ല പുതിയതായിരിക്കണം. പഴകിയ ഈസ്റ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലേക്ക് മാവ് പൊങ്ങി കിട്ടാതെയൊക്കെ വരും. ഇനിയിപ്പോ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുള്ള മാവ് അധികം ഇളക്കി ഇതിന്റെ ബബിൾസ് ഒന്നും പൊട്ടിച്ച് കളയരുത്. ഐസ്ക്രീം പതഞ്ഞ് വന്നിട്ടുള്ള പോലെ തന്നെയാണ് മാവ് ഇവിടെ ആയി കിട്ടിയിട്ടുള്ളതും. ഈ ഒരു സമയത്ത് മാവിന് ഉപ്പോ മധുരമോ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാവ് ഇപ്പോൾ ലൂസായിട്ടാണ് ഉള്ളതെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇതിലേക്ക് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ ഈ ഒരു മൂടിയുടെ മേളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാവ് മുഴുവനും നമുക്ക് ഇതിലേക്ക് തന്നെ വടിച്ചിടണം. കാരണം ഈ ഒരു കട്ടിയായിട്ടുള്ള മാവായിരിക്കും ഇതിന്റെ മേലേക്ക് വരിക. മാവും വടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കുടൻ തന്നെ കള്ളപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. മാവ് മുഴുവനും പാത്രത്തിലും ഇത് താഴെ ഭാഗത്തൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കള്ളപ്പ കൂട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കള്ളപ്പം ചുട്ടെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ അയൺ പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. നമ്മുടെ പാനിൽ മാവ് ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പകുതി സവാള ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കാം. ഉരച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ മേലെയായിട്ട് കുറച്ച് എണ്ണ കൂടെ തടവി കൊടുക്കാം. എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു തവി മാവ് ചട്ടിയിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവിനെ ചുറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നല്ല പോലെ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. മാവ് കോരി ഒഴിച്ച ഉടൻ തന്നെ നമ്മുടെ കള്ളപ്പം ഇതേ ഒരു രീതിയിലേക്ക് ഹോൾസ് ഒക്കെ വന്ന് കിട്ടിയിട്ടുണ്ട്. നിറയെ തന്നെ ഹോൾസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ശരിയായിട്ടുള്ള കള്ളപ്പം മറിച്ചിട്ട് കൊടുക്കാതെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നിറയെ തന്നെ ഹോൾസുകൾ വന്ന് തുടങ്ങുമ്പോഴാണ് നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിലാണ് നമുക്ക് ഈ കള്ളപ്പം തയ്യാറാക്കി എടുക്കാനും സാധിക്കുന്നതും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ആദ്യ കള്ളപ്പം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടുക ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ഇളക്കിയും കൂടെ മാറ്റാം. ഒരു തരി പോലും ഒട്ടിപ്പിടിക്കാതെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കള്ളപ്പം ഒരു വാഴയിലേക്ക് ഒന്ന് മാറ്റിയും കൂടെ കൊടുക്കാം. കള്ളപ്പത്തില് തേനീച്ച കൂടെ അടുക്കി വെച്ച പോലെ തന്നെയാണ് ആയി കിട്ടിയിട്ടുള്ളത്. ഹോൾസ് എല്ലാം നല്ല കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അടുത്തതും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഓരോ അപ്പവും ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴും ഇതുപോലെ സവാള ഒന്ന് ഉരച്ചതിന് ശേഷമായിരിക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ ചട്ടിയിൽ ഒരു തരി പോലും ഒട്ടിപ്പിടിക്കാതെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതുമാണ്. അങ്ങനെ രണ്ടാമത് ഞാനിവിടെ കള്ളപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്തെടുത്ത പോലെ തന്നെ നമുക്ക് രണ്ടാമത്തതും ചെയ്തെടുക്കാം. ഇനിയിപ്പോ നിങ്ങൾ നോൺ സ്റ്റിക് പാൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ എണ്ണയൊന്നും തടവി കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. പക്ഷേങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു കള്ളപ്പത്തിനും വെള്ളപ്പത്തിനും നോൺ സ്റ്റിക് പാൻ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ അയൺ പാനിൽ വെച്ച് ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെ നമുക്ക് എല്ലാ കള്ളപ്പവും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര പെർഫെക്റ്റ് ആയിട്ടും എന്ത് രുചികരമായിട്ടുമാണ് നമ്മൾ ഈ കള്ളപ്പം ഓരോന്നും തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഈ ഒരു പാചകക്കൂട്ട് നിങ്ങൾ സേവ് ചെയ്തു വെച്ചോളൂ. ഈ ഒരു ദിവസം തന്നെ നാളികേര വെള്ളം നിങ്ങൾ സൂക്ഷിച്ച് ഇതുപോലെ തന്നെ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ ക്രിസ്മസിന് നല്ല രീതിയിലുള്ള കള്ളപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ തരാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് ഓരോരുത്തരും തരുന്ന വാക്കുകളാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.